ലോകം കഴിഞ്ഞ 4 വർഷമായി കേൾക്കാൻ കാത്തിരുന്ന ആ വാർത്ത വരികയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാനൊരുങ്ങുന്നു. സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ തന്നെയാണ് ഈ നിർണായക സൂചന ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച 3 ദിവസത്തെ വെടിനിർത്തലും 1000 യുദ്ധത്തടവുകാരെ വീതം പരസ്പരം കൈമാറാനുള്ള തീരുമാനവും ഈ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുകയാണ്. മോസ്കോയിൽ നടന്ന റഷ്യയുടെ വിക്ടറി ഡേ പരേഡ് അഥവാ വിജയദിന ആഘോഷങ്ങൾക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പുതിൻ യുദ്ധം അവസാനിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള സൂചനകൾ നൽകിയത്. കാര്യങ്ങൾ അവസാനത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. 4 വർഷത്തോളമായി തുടരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് ശേഷം റഷ്യ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും തയ്യാറാവുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു സൂചനയാണ് പുതിന്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റത്തിനാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തയ്യാറായിരിക്കുന്നത്. റഷ്യയുടെയും ഉക്രൈന്റെയും 1000 സൈനികരെ വീതമാണ് ഈ കരാറിലൂടെ മോചിപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ റഷ്യയുടെ വിജയദിന പരേഡ് മുൻ വർഷങ്ങളിലേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. മുൻപ് റെഡ് സ്ക്വയറിലൂടെ നീങ്ങിയിരുന്ന കൂറ്റൻ ടാങ്കുകളുടെ സാന്നിധ്യം ഇത്തവണ ഉണ്ടായിരുന്നില്ല. പകരം അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ വലിയ സ്ക്രീനുകൾ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. ഉക്രൈനിൽ പോരാടിയ റഷ്യൻ സൈനികരും റഷ്യൻ നിരയിൽ കുർസക് മേഖലയിൽ പോരാടി എന്ന് പറയപ്പെടുന്ന ഉത്തര കൊറിയൻ സൈനികരും പരേഡിൽ പങ്കെടുത്തിരുന്നു. 8 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ റഷ്യൻ സൈനികരെ പ്രശംസിച്ച പുതിൻ റഷ്യക്കെതിരെ ആക്രമണാത്മക നിലപാടെടുക്കുന്ന നാറ്റോയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. യൂറോപ്യൻ നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന ചോദ്യത്തിന് മുൻ ജർമ്മൻ ചാൻസലർ ഗെർഹാർഡ് ഷ്രോഡറുമായി സംസാരിക്കാനാണ് തനിക്ക് താല്പര്യം എന്നാണ് പുതിൻ വ്യക്തമാക്കിയത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച സുസ്ഥിരമായ ഒരു സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും എത്തിയതിനു ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ യുദ്ധം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിലെ വെടിനിർത്തൽ കരാർ കൂടുതൽ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജീവഹാനിയുടെ കാര്യത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ കാര്യമാണ് ഈ യുദ്ധമെന്നും ഇത് അവസാനിച്ച് കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപ് ഇത് പറയുമ്പോഴുള്ള അനൗചിത്യം മാറ്റി നിർത്തി തൽക്കാലം ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു മുന്നൊരുക്കങ്ങളിൽ നമുക്ക് ആശ്വസിക്കാം. അതേസമയം മോസ്കോയിലെ വിജയദിന ആഘോഷങ്ങളോട് വളരെ ലാഘവത്തോടെയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രതികരിച്ചത്. റഷ്യയുടെ പരേഡ് നടക്കാൻ ഉക്രൈൻ അനുവദിക്കുമെന്നും ഉക്രൈന്റെ ആയുധങ്ങൾ റെഡ് സ്ക്വയറുടെ ലക്ഷ്യം വയ്ക്കില്ല എന്നും അദ്ദേഹം പരിഹാസ രൂപേണ പ്രതികരിച്ചു. ഇത്രയും വാങ്ങിക്കൂട്ടിയിട്ടും ഒരു ചുക്കും സെലൻസ്കി പഠിച്ചില്ല എന്ന് സാരം. യുദ്ധമൊക്കെ തീർന്ന് രാജ്യം സാധാരണഗതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങൾ, ഉക്രൈനിലെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് തൂക്കിയെടുത്ത് വെളിയിലെറിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ആക്രമണങ്ങൾക്കും ശേഷം സമാധാനത്തിന്റെ ഒരു വലിയ വാതിൽ തുറക്കപ്പെടുകയാണ്. ഭാഗത്ത് നിന്നും വെടിനിർത്തൽ ലംഘനങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് വളരെ വലിയൊരു ശുഭസൂചന തന്നെയാണ്. ഈ താൽക്കാലിക വെടിനിർത്തൽ ഒരു ശാശ്വത സമാധാന കരാറിലേക്ക് വഴിമാറുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്.